ഹായ് ഹലോ എല്ലാവർക്കും എജർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ ഓർഡർ കിട്ടുന്ന കറ്റാർവാഴയുടെ സോപ്പുമായിട്ടാണ്. ഗ്ലിസറിൻ്റെ ബേസിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസാണ് ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഒരു കറ്റാർവാഴയുടെ സോപ്പ് നമ്മൾ ചെയ്തിരിക്കണതെന്ന് നോക്കാം. പലതവണ നമ്മൾ ഇതിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുള്ളതാണ്. എങ്കിൽ കൂടിയും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ഇങ്ങനെ ചെയ്തേക്കണേ. അപ്പോൾ എന്തായാലും ഒട്ടും സമയം കളയുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യമേ തന്നെ ഒരു വെയ്റ്റ് മെഷീനും അതിന് മുകളിലേക്ക് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രത്തിൻ്റെ വെയിറ്റ് മൈനസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത് പാരബൺ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഗ്ലിസറിൻ്റെ ബേസാണ്. ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് മുറിച്ചേക്കണമാണ് കേട്ടോ. നമുക്കിത് ബാർ ടൈപ്പാണ് കിട്ടുന്നത്. ആ ബാർ ടൈപ്പുള്ള ബേസ് നമ്മളിങ്ങനെ ചെറുതായിട്ട് മുറിച്ചെടുത്തേക്കണതാണ്, പെട്ടെന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ എടുക്കുന്ന മെഷർമെൻറ്റും കാര്യങ്ങളെല്ലാം കറക്റ്റാണെങ്കിൽ നമുക്ക് ഫൈനലായിട്ട് കിട്ടുന്ന റിസൾട്ടും നല്ല അടിപൊളി തന്നെ ആയിരിക്കും കേട്ടോ. മെഷർമെൻറ്റ് കറക്റ്റ് ആവാതെ വരിക, ബേസിന് ക്വാളിറ്റി ഇല്ലാതെ വരിക, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മുടെ സോപ്പ് പെട്ടെന്ന് അലിഞ്ഞു പോവുക, അല്ലെങ്കിൽ ഈ കൈ പിടിക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് പളുപളുവെന്ന് ഇങ്ങനെ ആയിപ്പോവുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഇപ്പോഴും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ച് നമ്മുടെ കൂട്ടുകാർ മെസ്സേജൊക്കെ ചെയ്യാറുണ്ട്. നമ്മളിവിടെ 1 കിലോ ബേസാണ് എടുത്തിരിക്കുന്നത്. കറക്റ്റ് 1 കിലോ അല്ല കേട്ടോ, ഒരു 6 ഗ്രാമും കൂടെ കൂടുതൽ എടുത്തിട്ടുണ്ട്. ഈ ബേസ് നമ്മൾ ഡബിൾ ബോയിൽ മെത്തേഡ് പ്രകാരമാണ് മെൽറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളം ഓൾറെഡി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചൂടായിരിക്കുന്ന വെള്ളത്തിലേക്ക് നമ്മുടെ ആ ഒരു ബേസും കൂടെ കൂടിയിട്ട് ഇറക്കി വെക്കുകയാണ് കേട്ടോ. ഇത് മെൽറ്റായി കിട്ടാനായിട്ട് എന്തായാലും കുറച്ച് ടൈം എടുക്കും. ആ നേരം കൊണ്ട് നമുക്ക് അതിലോട്ട് വേണ്ടിയിട്ടുള്ള മിക്സിങ് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യമേ തന്നെ ഒരു 3-4 തണ്ട് കറ്റാർവാഴ ഇതുപോലെ നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ആ ഒരു മഞ്ഞ ലിക്വിഡ് ഉണ്ടല്ലോ, അത് പോകാനായിട്ട് ഒരു 1-2 മണിക്കൂറൊക്കെ കുത്തിച്ചാരി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതിൻ്റെ ആ ഒരു മഞ്ഞ ലിക്വിഡെല്ലാം പോയതിന് ശേഷം നമ്മുടെ ആ ഒരു കറ്റാർവാഴ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു മുള്ളു പോലുള്ള ഭാഗം ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് നന്നായിട്ട് റിമൂവ് ചെയ്ത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ആ ഒരു ജെല്ലുണ്ടല്ലോ അതെടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഒരു മുള്ളുള്ള ഭാഗം ഇതുപോലെ റിമൂവ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. മിക്കവരും ചെയ്യുന്ന സോപ്പ് തന്നെയാണ് കറ്റാർവാഴ. എല്ലാവരുടെയും വീട്ടിൽ കറ്റാർവാഴ ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഡൗട്ട് വരാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്ത് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു കറ്റാർവാഴയുടെ ജെല്ല് ഇതുപോലെ വെള്ളത്തിലോട്ട് റിമൂവ് ചെയ്തിടുന്നുണ്ട്. ഞാനെപ്പോൾ കറ്റാർവാഴയുടെ സോപ്പ് ചെയ്താലും ഈ ഒരു രീതിയിലാണ് കേട്ടോ ചെയ്യാറ്. എന്തെങ്കിലും അതിൻ്റെ ആ ഒരു കറയൊക്കെ പോകാനുണ്ടെങ്കിൽ പോയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇതുപോലെ നമ്മൾ വെള്ളത്തിലോട്ട് റിമൂവ് ചെയ്തിടുന്നത്. അങ്ങനെ എല്ലാം നമ്മളിത് ഇതുപോലെ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു അരിപ്പയിലോട്ട് മാറ്റുന്നുണ്ട് കേട്ടോ. ഈ ഒരു ജെല്ല് അതിൻ്റെ ഒരു വെള്ളമൊക്കെ പോയി കിട്ടണ്ടേ. അതുപോലെ തന്നെ അത് നമ്മൾ ചെറിയ ചെറിയ പീസുകളാക്കി ഇങ്ങോട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. മിക്സിയിൽ അടിക്കുമ്പോൾ പെട്ടെന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ അങ്ങനെ പാടി തന്നെ ഇട്ട് കഴിഞ്ഞ് ചിലപ്പോൾ അത് കട്ട കെട്ടിയ പോലെ കിടക്കും, അരഞ്ഞ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും ചെറിയ പീസുകളാക്കി മുറിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ച് അതിൻ്റെ ജ്യൂസ് എടുത്ത് അരിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. അങ്ങനത്തെ നമ്മൾ ജ്യൂസൊക്കെ ഇവിടെ അരിപ്പയിൽ അരിച്ചെടുത്തിട്ടുണ്ട്. ഇതെന്തോരം കിട്ടിയിട്ടുണ്ടെന്നുള്ളത് മെഷർ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മളിനി 1 കിലോ ബേസിലേക്ക് വേണ്ടിയിട്ടുള്ള മെഷർമെൻറ്റാണ് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് വെയ്റ്റ് മെഷീനും അതിന് മുകളിലേക്ക് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ആ ഒരു പാത്രത്തിൻ്റെ വെയിറ്റ് മൈനസ് ആക്കിയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഈ ഒരു കറ്റാർവാഴയുടെ ജ്യൂസ് ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. കറ്റാർവാഴയുടെ ജ്യൂസ് ഒരു 45 ഗ്രാമാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചേർക്കാനായിട്ട് പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെജ് ഗ്ലിസറിനാണ്. ഗ്ലിസറിൻ നമ്മളൊരു 3 ഗ്രാമിൻ്റെ അടുത്താണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓൾറെഡി ഗ്ലിസറിൻ ബേസാണ് എങ്കിൽ കൂടി നമ്മൾ കുറച്ച് ഗ്ലിസറിനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഗ്ലിസറിൻ നമ്മളൊരു 3 ഗ്രാമിൻ്റെ അടുത്താണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അടുത്തത് ചേർക്കുന്നത് ഇത് വൈറ്റമിൻ ഇയുടെ ഓയിലാണ്. ഓയിൽ ഒരു 2 ഗ്രാമിൻ്റെ അടുത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ ഒരു ഓയിലിന് പകരം ഇതിൻ്റെ ക്യാപ്സ്യൂൾ വാങ്ങാൻ കിട്ടും, അത് ആണെങ്കിലും ചേർത്താൽ മതിയാകും കേട്ടോ. ഒരു 1 kg ബേസൊക്കെ എടുക്കുമ്പോൾ ഒരു 10 ക്യാപ്സ്യൂൾ എന്ന രീതിയിൽ ചേർക്കാവുന്നതാണ്. അങ്ങനെ ടോട്ടൽ 50 ഗ്രാമാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്.
നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ആൽമണ്ട് ഓയിൽ ചേർക്കാം, റോസ് വാട്ടറൊക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. മിക്സിങ് കറക്റ്റായില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സോപ്പ് ഉണ്ടാക്കി കഴിയുമ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഈ എണ്ണ പോലെ ഇങ്ങനെ പാട കെട്ടിയ പോലെ കാണും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നല്ല രീതിയിൽ ഇതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസിന് പകരം എക്സ്ട്രാക്റ്റ് വെച്ചിട്ടാണെങ്കിലും ചെയ്യാം കേട്ടോ. ഈ ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസിന് പകരം ഇനി എക്സ്ട്രാക്റ്റാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ സെയിം മെഷർമെൻറ്റ് തന്നെ എടുത്താൽ മതിയാകും. പിന്നെ ഇത് നമ്മൾ മോൾഡ് കൊടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഓവൽ ഷേപ്പിലുള്ള മോൾഡാണ്. ഏകദേശം നമ്മൾ നിറയെ മെത്തിച്ചൊഴിക്കുകയാണെങ്കിൽ 90 ഗ്രാമിൻ്റെ ഒക്കെ അടുത്തുണ്ടാകും. നമുക്കിപ്പോൾ ഏകദേശം ഒരു 80-85 ഗ്രാമൊക്കെ വെയിറ്റ് വരുന്ന രീതിയിലാണ് കേട്ടോ ഞാനിപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത്. ആ നേരം കൊണ്ട് ഇത് നമ്മുടെ സോപ്പിൻ്റെ ബേസും നല്ല രീതിയിൽ ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഈ മെൽറ്റായിരിക്കുന്ന സോപ്പിൻ്റെ ബേസിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ജ്യൂസ് ഉണ്ടല്ലോ, അലോവേരയും അതുപോലെ തന്നെ വെജ് ഗ്ലിസറിനും വൈറ്റമിൻ ഇ അതും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മളൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 2-3 മിനിറ്റൊക്കെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഒരുപാടിട്ട് ഇളക്കരുത്. ഇളക്കി കഴിഞ്ഞാൽ ഓവറായിട്ട് പത വന്ന് കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ നല്ല രീതിയിൽ മിക്സ് ആക്കിയതിന് ശേഷം അത് വാങ്ങി വെച്ചിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് ഫ്രാഗ്രൻസ്, കളർ ഇതൊക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ അലോവേരയുടെ സോപ്പിന് അലോവേരയുടെ തന്നെ ഫ്രാഗ്രൻസാണ് ചേർക്കുന്നത്. നമ്മുടെ കസ്റ്റമേഴ്സിനും ആ ഒരു സ്മെല്ലാണ് കേട്ടോ ഇഷ്ടം. 1 കിലോ ബേസിലേക്ക് 20 മുതൽ 25 വരെ ഫ്രാഗ്രൻസ് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 25 ml അടുത്ത് ഫ്രാഗ്രൻസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് മോൾഡിലോട്ട് ഒഴിച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ടൈം ചെയ്യണവരൊക്കെ ആണെങ്കിൽ നമ്മൾ മോൾഡെല്ലാം അടുത്തെടുത്ത് വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ബേസ് കട്ട പിടിച്ച് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ ഇതേ നമ്മൾ മോൾഡിലോട്ട് ചൂടോടുകൂടി തന്നെയാണ് ഒഴിക്കുന്നത്. സിലിക്കൺ മോൾഡാണ്. ഉരുകി പോകുമെന്നൊക്കെ കുറേ കൂട്ടുകാർക്ക് ഡൗട്ട് ഉണ്ടാകും. അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഇത് റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതിയാകും സെറ്റ് ആവാനായിട്ട്. പിന്നെ ഫ്രിഡ്ജിൽ വെക്കണോ, അങ്ങനെ കുറേ പേര് ഡൗട്ടൊക്കെ ചോദിക്കാറുണ്ട്. അങ്ങനെയൊന്നും വെക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. അങ്ങനത്തെ നമ്മൾ എല്ലാ ഷേപ്പിലായിട്ടും ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു 12 സോപ്പാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. മോൾഡിൽ ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലുള്ള ഒരു പത ഉണ്ടല്ലോ, പത റിമൂവ് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ സ്പ്രേ ചെയ്തിട്ടുണ്ടായിരുന്നത് റബ്ബിംഗ് ആൽക്കഹോളാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്പൂൺ ഉപയോഗിച്ച് ഒരു പത റിമൂവ് ചെയ്ത് കളയാവുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു സോപ്പിൻ്റെ വെയിറ്റ് കുറഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ ഇത് സെറ്റ് ആവാനായിട്ട് ഏകദേശം ഒരു 3 മണിക്കൂറിൻ്റെ അടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. 3 മണിക്കൂറൊന്നും വേണ്ട, അതിനുള്ളിൽ തന്നെ സെറ്റായി കിട്ടുന്നതായിരിക്കും. പക്ഷേ മിക്കപ്പോഴും ഞാൻ 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് എല്ലാ സോപ്പും അൺമോൾഡ് ചെയ്യാറ്. അപ്പോൾ അതേ അങ്ങനെ 3 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ളതാണ് കേട്ടോ ഈ കാണുന്നത്. ഇതേ നമ്മുടെ സോപ്പൊക്കെ നല്ല രീതിയിൽ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോരോ സോപ്പുമായിട്ട് അൺമോൾഡ് ചെയ്ത് നോക്കാം കേട്ടോ, എങ്ങനെയാണ് നമ്മുടെ സോപ്പ് കിട്ടിയേക്കണേന്നുള്ളത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സോപ്പ് നമ്മളിവിടെ അൺമോൾഡ് ചെയ്തിട്ടുണ്ട്. നല്ല ഗ്ലാസ് മാതിരി നല്ല തിക്നെസ്സോട് കൂടിയിട്ടാണ് കേട്ടോ നമ്മുടെ സോപ്പ് കിട്ടിയിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലോട്ട് കളർ ആഡ് ചെയ്യാം കേട്ടോ. ഗ്രീൻ കളർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഗ്രീൻ അലോവേരയുടെ സോപ്പായി. ഞാൻ തുടക്കം മുതലേ ഈ ഒരു കളറിലാണ് കൊടുക്കാറ്. അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സും ഈ ഒരു രീതിയിൽ തന്നെയാണ് ഇഷ്ടപ്പെടുന്നത്. കളർ വേണമെങ്കിൽ നമുക്ക് കളർ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോരോ സോപ്പുകളായിട്ട് ഇതുപോലെ അൺമോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ എടുക്കുന്ന മെഷർമെൻ്റ് എല്ലാം കറക്റ്റാണെങ്കിൽ നമ്മുടെ സോപ്പും നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഒരുപാട് വീട്ടമ്മമാർ ചോദിക്കാറുണ്ട്, നമുക്ക് വീട്ടിലിരുന്ന് ചെറിയ രീതിയിലെങ്കിലും വരുമാനം ഉണ്ടാക്കാനായിട്ട് ആഗ്രഹമുണ്ട്, ചെയ്ത് നോക്കാൻ പറ്റിയ എന്തെങ്കിലും ബിസിനസ്സൊക്കെ ഉണ്ടോ എന്നുള്ളത്. ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു സോപ്പിൽ നിന്നുള്ളൊരു ബിസിനസ്സായിട്ട് മുന്നോട്ടേക്ക് ചെയ്യാവുന്നതാണ്. പലർക്കും പല രീതിയിലുള്ള ഇഷ്ടങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതേ നമ്മുടെ സോപ്പ് നല്ല പെർഫെക്റ്റായിട്ട് എല്ലാ സോപ്പും കിട്ടിയിട്ടുണ്ട്. നല്ല ഗ്ലാസ് പോലെയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. കൂടുതലായിട്ടും കറ്റാർവാഴനെ കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നതൊക്കെ ആയിരിക്കും കറ്റാർവാഴയുടെ ജെല്ലുകൾ, ഫേസ് വാഷ്, ഷാമ്പൂ, സോപ്പ്, അങ്ങനെ ഒരുപാട് ഐറ്റംസാണുള്ളത്. ഇത് നമ്മുടെ സ്കിന്നിന് നല്ലൊരു മോയ്സ്ചറൈസറാണ്. അതുപോലെ തന്നെ ഈ ഒരു കറ്റാർവാഴയിൽ സാലിസിലിക് ആസിഡ് ഇൻക്ലൂഡ് ആയതുകൊണ്ട് തന്നെ ഈ മുഖക്കുരു അതുപോലെ തന്നെ അതിൻ്റെ പാടുകളൊക്കെ റെഡ്യൂസൊക്കെ ചെയ്യാനായിട്ട് വളരെയധികം നല്ലതൊക്കെയാണ്. എല്ലാവരുടെ വീട്ടിൽ കറ്റാർവാഴയൊക്കെ നട്ടു വളർത്തുന്നവരും ആയിരിക്കും. അപ്പോൾ നമ്മുടെ സോപ്പിൻ്റെ വെയിറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കുന്നുണ്ട്. എല്ലാ സോപ്പും ഏകദേശം ഒരു 80-85 ഗ്രാമൊക്കെ വരുന്നുണ്ടായിരുന്നു. അതിൽ 2 സോപ്പുകൾ 90 ഗ്രാമിൻ്റെ അടുത്തുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു സോപ്പ് 75 ഗ്രാമിൻ്റെ അടുത്തും ഉണ്ടായിരുന്നു.
10 സോപ്പാണ് നമുക്ക് കൊടുക്കേണ്ടിയുണ്ടായിരുന്നത്. പിന്നെ അതിന് ശേഷം നമ്മളിപ്പോൾ പുറത്തോട്ടേക്ക് സോപ്പൊക്കെ കൊടുത്താലും അതിൻ്റെ പേജും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കൊടുക്കണം. സോപ്പൊന്നല്ല, ഇപ്പോൾ ഷാമ്പൂ, ഫേസ് വാഷ്, അങ്ങനെ എന്ത് സാധനമാണെങ്കിലും. പിന്നെ ഇതേ നമ്മളതിൽ ആ ഏറ്റവും വെയിറ്റ് കുറഞ്ഞ സോപ്പ് ഉണ്ടല്ലോ, അതാണ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് പതപ്പിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. and അതിന് ശേഷം ആ ഒരു pH സ്ട്രിപ്സാണ് ഇത്. pH സ്ട്രിപ്സ് അതിന് മുകളിലേക്ക് ഇത് നമ്മൾ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ആക്കുമ്പോൾ തന്നെ അതിൻ്റെ കളറിൽ ചേഞ്ചസ് വരുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട്. കുറച്ച് നേരം അതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ, മാറ്റി വെക്കുന്നുണ്ട്. ഒന്ന് ഉണങ്ങിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ കറക്റ്റ് കളർ അന്നേരമാണ് അറിയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഏകദേശം ഒരു 7ൻ്റെ ഒക്കെ അടുത്താണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ വീഡിയോയിൽ കാണുമ്പോഴും നേരിട്ട് കാണുമ്പോഴും ചെറിയ വ്യത്യാസമുണ്ട്. 7 ആയിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ pHും കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം പിന്നത്തെ പരിപാടി എന്തായിരുന്നെന്ന് വെച്ചാൽ അത് കവർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഞാൻ ക്ലിംഗ് ഫിലിം വെച്ചാണ് കവർ ചെയ്യാറ്. ക്ലിംഗ് ഫിലിം വെച്ച് കവർ ചെയ്തിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കവറിൽ പാക്ക് ചെയ്തിട്ട് സ്റ്റിക്കർ ഒട്ടിക്കാനായിട്ട് ചെയ്യാറ്. അപ്പോൾ ഇതുപോലെ 2 എണ്ണം വെക്കുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യാറ്. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ക്ലിംഗ് ഫിലിം വെച്ച് കവർ ചെയ്യുന്നത് നമ്മൾ മുന്നേ കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് വീണ്ടും ഡീറ്റെയിൽഡായിട്ട് കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. കവർ ചെയ്യണ കാണിക്കുമ്പോൾ വീഡിയോ ഒരുപാട് ലെങ്തായി പോകും. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ളതാണ്. എന്നിട്ട് നമ്മൾ ക്ലിംഗ് ഫിലിം വെച്ച് കവർ ചെയ്തിട്ട് നല്ല രീതിയിൽ അത് വലിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 2 അറ്റം ഇതുപോലെ നമ്മൾ മടക്കി വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. തുടക്കക്കാരൊക്കെ ആകുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും പാക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാം ക്ലിംഗ് ഫിലിം ഉപയോഗിച്ച് ഈ ഒരു രീതിയിലായിരിക്കട്ടെ നമ്മൾ ക്ലിംഗ് ഫിലിം ഉപയോഗിച്ച് പാക്ക് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത്. നമുക്ക് ക്ലിംഗ് ഫിലിമിന് പകരം സെല്ലോഫെയിൻ ഷീറ്റ് ഉണ്ട്, അത് വെച്ചിട്ടാണെങ്കിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ആ pH സ്ട്രിപ്സ് ഒന്നും കൂടെ അത് ഉണങ്ങി കഴിയുമ്പോൾ ഈ ഒരു കളറിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇപ്പോൾ ഒരു 6നും 7നും ഇടയിലായിട്ടുള്ളൊരു കളറാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്കിതിൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളെല്ലാം ഒട്ടിക്കേണ്ടതൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അലോവേരയുടെ സോപ്പ് വരുന്നത്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടാതെ തന്നെ ലൈക്കും കൂടെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ സോപ്പ് മേക്കിങ്ങിനുള്ള മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. ഫേസ് വാഷ്, ഷാമ്പൂ, ലിപ് ബാം, ഇതിൻ്റെയൊക്കെ മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. നമ്മൾ പോസ്റ്റ് വഴിയും അതുപോലെ തന്നെ DTDC വഴിയും അയച്ചു കൊടുക്കാറുണ്ട്. പിന്നെ ഈ ജ്യൂസ് വെച്ചിട്ട് ചെയ്യുമ്പോൾ ഷെൽഫ് ലൈഫ് ഏകദേശം ഒരു 3 മാസമൊക്കെയാണ് ഇരിക്കാറ്. 3 മാസമെന്ന് പറഞ്ഞാലും അതിൽ കൂടുതലും ഇരിക്കാറുണ്ട് കേട്ടോ. നമ്മളതിൽ ചേർക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ അനുസരിച്ചിരിക്കും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ അതും നിങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.